എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 79ാമത്തെ വീഡിയോ ആണ്. ഇതിനകത്തും നമ്മുടെ ബുക്കിൻ്റെ 9ാമത്തെ ചാപ്റ്റർ, അതായത് കർമ്മയോഗ ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ആസ്ട്രൽ ബോഡി, അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ കാണാൻ പോകുന്നത്. അതായത് അവധൂതാസ്. ഈ അവധൂതാസ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരുപാട് സൈഡ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട് ഓരോ ചാപ്റ്ററിലും. അപ്പം അവധൂതാസ് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴുമേ ഈ സമാധി സ്റ്റേറ്റിലിരിക്കും. സദാ സർവകാലവും സമാധി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഈക്വാനിമസ് സ്റ്റേറ്റ്. അതായത് അവർക്ക് നല്ലതുമില്ല ചീത്തയുമില്ല, ഇവിടെ അവിടെ, ഞാൻ നീ, അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല, എല്ലാം ഒന്ന്. അതാണ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. ബ്ലിസ്ഫുൾ എന്ന് വെച്ചാൽ അതായത് 5ാമത്തെ കോശം, ബ്ലിസ്ഫുൾ ബോഡി. അവരെപ്പോഴേ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേ ഇരിക്കും. ഈ ബ്ലിസ്ഫുൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആനന്ദമല്ല, പേരാനന്ദം. ഇപ്പം ആനന്ദം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം നമുക്ക് കയ്യിൽ കിട്ടിയാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് സന്തോഷമായിരിക്കും, അത് ആനന്ദം. അതേ സമയത്ത് ഈ പേരാനന്ദം എന്ന് പറയുന്നത് ഈ സമാധി സ്റ്റേറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 4ാമത്തെ 5ാമത്തെയും കോശങ്ങളെക്കുറിച്ച് ഇപ്പോഴങ്ങ് നമ്മൾ ചിന്തിക്കേണ്ട, അത്രയും ദൂരം നമ്മളാരും വളർന്നിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പം ഈ അവധൂതാസ് എന്ന് പറയുന്നവർ സദാസർവകാലവും സമാധിയിലേ ഇരിക്കും. അപ്പോൾ ആ മനസ്സിലങ്ങനെ ആഹ്ലാദം, സന്തോഷം, ആനന്ദമല്ല പേരാനന്ദം, അതിലേ അങ്ങനെ ഇരിക്കും. അപ്പം അവർ എപ്പോഴേ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂട്ട്, കൊച്ചു കുഞ്ഞുങ്ങളെങ്ങനെ എപ്പോഴും സന്തോഷമായിരിക്കും. ഇപ്പോൾ കുറച്ച് വലുതായാൽ കൂടെ അവരെ നമ്മൾ വഴക്ക് പറഞ്ഞു നോക്കണം. വഴക്ക് പറയുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ മുഖം കാണിക്കും, അല്ലെങ്കിൽ കരയും. കുറച്ച് കഴിയുമ്പോൾ അത് തട്ടി വിട്ടേച്ചാൽ അതങ്ങ് പോവും. നമ്മളാണ് വലിയവരാണ് വെച്ച് അതിനെ പൊരുമി വലുതാക്കി ഇരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ എപ്പോഴേ ഹാപ്പിയാണ്. അതുപോലെയാണ് ഈ അവധൂതാസും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ കർമ്മയും തീർന്നു. അതായത് പ്രാരാബ്ധ കർമ്മ, സഞ്ചിത കർമ്മ എല്ലാം തീർന്നു. അവർ ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് മുക്തി കിട്ടാം, ഏത് സെക്കൻഡ് വേണമെങ്കിലും അവർക്ക് എൻലൈറ്റൻമെൻറ്റ് കിട്ടാം. അങ്ങനെ ഒരു സദാസർവകാലവും പേരാനന്ദത്തിൽ കുളിച്ച് നിൽക്കുന്ന ഒരു യോഗീനെയാണ് അവധൂതാസ് എന്ന് പറയുന്നത്. അവരെല്ലാം മിസ്റ്റിക്സാണ്. ഈ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളുടെ ഈ സാധാരണ 2 കണ്ണുകളുണ്ട് കാണാൻ വയ്യാത്ത പല കാര്യങ്ങൾ അവർക്ക് കാണാൻ പറ്റും. അതായത് അവർക്ക് നെറ്റിക്കൺ ആക്ടിവേറ്റ് ആയിരിക്കും. അതായത് ഈ 5 പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അവരെയാണ് മിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം ഈ അവധൂതാസും മിസ്റ്റിക്സാണ്. അങ്ങേയറ്റം ഹൈ ലെവൽ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലിരിക്കും. അവർ കുഞ്ഞുങ്ങളുടെ കൂട്ടാണ്. അങ്ങനെ വരുമ്പം അവരെ സാധാരണ ജീവിതത്തിന് അൺഫിറ്റ് എന്ന് വെച്ചാൽ ലായക്കില്ല. അവർക്ക് സാധാരണ നമ്മളുടെ കൂട്ട് സാധാരണ ജീവിതം ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവർ സദാസർവകാലവും ഇങ്ങനെ ഇരിക്കും സന്തോഷത്തിൽ. അപ്പം നമ്മൾ അവരെ കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ നമ്മൾ നോക്കണം. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരെയാണ് നമുക്ക് അവധൂതാസ് എന്ന് പറയുന്നത്. അപ്പം അവർ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബോഡിയെ വിടാനും തയ്യാറാണ്. പക്ഷേ ബോഡി എന്താ അവർക്ക് ഒട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ബോധമില്ല എന്ന് വെച്ചാൽ എപ്പോഴും സമാധി സ്റ്റേറ്റിലാണ്. പക്ഷേ ഏത് സെക്കൻഡും ആ സമാധി സ്റ്റേറ്റിൽ നിന്ന് ഒരു സെക്കൻഡ് മാറിയാൽ കോൺഷ്യസായിട്ട് ബോധത്തോടു കൂടി അവർക്ക് ഈ ഫിസിക്കൽ ബോഡിയെ വിട്ടിട്ട് പോകാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരെയാണ്, അങ്ങനത്തെ മഹായോഗികളെയാണ് അവധൂതാസ് എന്ന് പറയുന്നത്.
അത് പിന്നെ ഒരു കാര്യം, റീറ്റെയിനിങ് ദ ബോഡി ആഫ്റ്റർ ബസ്റ്റിംഗ് ഓൾ ദ കർമാസ്. അതായത് നമ്മുടെ കർമാക്കളെല്ലാം, അതായത് സഞ്ചിത കർമ്മ, പ്രാരാബ്ധ കർമ്മ, സഞ്ചിത കർമ്മ എല്ലാത്തിനെയും തീർത്തു. ഇനി എന്തോ ഉണ്ട് മിച്ചം? ഒന്നുമില്ല. അപ്പം പക്ഷേ അവർക്ക് കുറച്ചും കൂടെ നാൾ ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പുതിയ ഒരു ജോലി എടുക്കുമെന്ന് വെച്ചാൽ ബാങ്ക് ജോലിയോ ക്ലറിക്കൽ ജോലിയോ അല്ല. അതായത് ഈ സൊസൈറ്റിയെ നന്നാക്കാൻ വേണ്ടി അവർ വേറൊരു ജോലിയെ തിരഞ്ഞെടുത്ത് സൊസൈറ്റിക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ കുറേ കൂടെ കാലം ജീവിച്ചിരുന്ന് അവരുടെ ആയുസ്സിനെ നീട്ടി പോകും. ചിലരുണ്ടല്ലോ, പെട്ടെന്ന് മരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് മൊത്തം കർമ്മനെയും തുടച്ച് കളഞ്ഞിട്ടേ പോകാവൂ. അപ്പോൾ അവർക്കെന്തുവാന്ന് വെച്ചാൽ ഇനിയൊരു ഗർഭപാത്രത്തിൽ വന്ന് ജനിക്കാൻ താല്പര്യമില്ല, ഇനിയൊരു യോനി വഴി വെളിയിൽ വരാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർ മൊത്തം ഉള്ള സഞ്ചിത കർമാവിനെ തുടച്ച് എടുത്ത് കളയാൻ വേണ്ടി അവർ കുറച്ചുകൂടെ നാൾ അവരുടെ ആയുസ്സിനെ നീട്ടിക്കാൻ പറ്റും. അവർക്കത് ചെയ്യാൻ പറ്റും. ഇപ്പം രാമകൃഷ്ണ പരമഹംസർ സദാ സർവകാലവും സമാധിയിലാണ്. എന്ന് പറഞ്ഞാലേ മതി, കാളിയെ ഒരു സെക്കൻഡ് ഇങ്ങനെ ഓർത്താലേ മതി, സമാധി സ്റ്റേറ്റിൽ പോകും. അപ്പം അത്രയും കാളിയോട് ഭക്തിയിൽ ഇരിക്കുന്ന ഒരു മഹാനെ ചില ഫുഡ് ഐറ്റംസിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഏതോ ഒരു ഫുഡ് ഐറ്റം ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ശിഷ്യന്മാരെല്ലാം ചോദിച്ചു, ഇത്രയും സദാസർവകാലവും സമാധിയിലേ ഇരിക്കുന്ന താങ്കൾക്ക് ഈ ചെറിയ ഈ ഫുഡിൻ്റെ കൂടെയൊക്കെ ചെറിയ കാര്യങ്ങൾ, ചില ഫുഡിൻ്റെ കൂടെയൊക്കെ ചില ഭക്ഷണത്തിൻ്റെ കൂടെ ഇത്രയും സ്നേഹം എന്താ, ഇത്രയും അറ്റാച്ച്മെൻ്റ് എന്താ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു. അദ്ദേഹം ഒന്നും മിണ്ടില്ല, ജസ്റ്റ് ചിരിച്ചിട്ടിങ്ങ് പോന്നു. അതേ സമയത്ത് വീട്ടിൽ കയറി പോകുമ്പം ഭാര്യ എടുത്ത് ചോദിക്കും, ഇന്നെന്തോ വെച്ചു, ഇന്നെന്തുവാ ഭക്ഷണം, ഇന്ന് ഉച്ചയ്ക്ക് എന്തുവാ കഴിക്കാൻ, ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് കേൾക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ശാരദാമണി ദേവി, രാമകൃഷ്ണ പരമഹംസരുടെ പത്നി, ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലയോ മനുഷ്യ? സദാ സർവകാലവും കാളി എന്ന് പറയുന്നു, സമാധിയിൽ ഇരിക്കുന്നു. പിന്നെ ഈ ചെറിയ കാര്യങ്ങളിൽ എന്തിനാ ഇത്രയും അറ്റാച്ച്മെൻറ്റ്? എന്ത് വെച്ചാൽ എന്താ? ഈ ഫുഡിൻ്റെ കൂടെ ഇത്രയും പ്രേമം നിങ്ങൾക്ക് എന്തിനാ എന്ന് ചോദിച്ചു. എപ്പം വന്നാലും അകത്ത് കയറി വരുമ്പോഴില്ല എന്തോ വെച്ചു എന്ന്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, രാമകൃഷ്ണ പരമഹംസരുടെ കൂട്ട് ഒരു മഹാൻ, അദ്ദേഹത്തിനെ ചോദ്യം ചോദിക്കാൻ ഒരു പത്നി, ഇങ്ങനെ. അപ്പം അവരങ്ങനെ ചോദിച്ചു, അമ്മ ചോദിച്ചു, ശാരദാമണി അമ്മ ചോദിച്ചു. അപ്പം രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത്, എടി, ഞാൻ എന്നോ പോയി ചേരേണ്ടിയവനാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ആയുസ്സിനെ നീട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും എനിക്ക് അറ്റാച്ച്മെൻറ്റ് വേണം. അതുകൊണ്ടാണ് ഈ ഫുഡിനെ കയറി ഞാൻ പിടിച്ചിരിക്കുന്നത്. അതിനോടുള്ള താല്പര്യം എനിക്ക് കുറഞ്ഞാൽ ഇപ്പം ഞാൻ പോയി ചേരും എന്ന് ഭാര്യയെടുത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ മഹാന്കളെല്ലാം ജീവിക്കുന്നത്. അവർക്ക് പ്രാരാബ്ധ കർമ്മ കഴിഞ്ഞു, സഞ്ചിത കർമ്മ കഴിഞ്ഞു. ഒന്നീ അവരുടെ ആയുസ് നീട്ടിക്കുന്നതിന് കാരണം ഒരു സോഷ്യൽ സർവീസ് ഏതെങ്കിലും ഒന്ന് എടുത്ത് ചെയ്യുന്നു. അങ്ങനെ അല്ലെങ്കിൽ വേറെയും പല കാര്യങ്ങൾ തീർക്കാനുണ്ട്. അതുമാത്രമല്ല, അവർക്ക് വേറൊരു ജന്മം എടുക്കാൻ ഇഷ്ടമല്ല. അപ്പം ഈ ജന്മത്തിൽ തന്നെ അവർ കുറച്ചുകൂടെ ആയുസ്സിനെ കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ട് പോയി ചേരും. അതാണ്. ഇനിയൊരു കാര്യം സദ്ഗുരു പറയുന്നത്, അതായത് ഈ ഗംഗാ നദി തീരത്തിലെ ഒരു യോഗി പോയി ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. ഈ ഗംഗയിൽ വെള്ളം കൂടുമ്പം അതിന് ഒരു കൺട്രോളില്ല. അങ്ങനെ വെള്ളം കൂടി വന്നു.
ഭയങ്കര വെള്ളപ്പൊക്കം. അതിൽ ഈ വെള്ളം അടിച്ച് വരുമ്പം മണ്ണോടുകൂടി വരുന്നതുകൊണ്ട് ഈ യോഗി അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങേരുടെ പുറത്ത് മൊത്തം മണ്ണായി, അങ്ങേര് ഭൂമിക്കടിയിൽ പൊതഞ്ഞു പോയി. അങ്ങേർക്ക് അത് അറിഞ്ഞൂടാ, ചുറ്റിയുള്ളവർക്ക് ആർക്കും അത് അറിഞ്ഞൂടാ. ഒരു 6 മാസം കഴിഞ്ഞ് വെള്ളപ്പൊക്കമെല്ലാം മാറി, വെള്ളമൊക്കെ വടിഞ്ഞ് പിന്നീട് ഇത് നല്ല ഭൂമിയാണല്ലോ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ഈ കലപ്പ കൊണ്ട് ഉഴാനായിട്ട് നോക്കുന്നു. അത് ഈ കലപ്പ കൊണ്ടിങ്ങനെ മണ്ണൊക്കെ എടുത്തെടുത്ത് മാന്തി ഇടുമല്ലോ, അതുപോലെ ചെയ്യുന്നു. ചെയ്തപ്പം ഒരു സ്ഥലത്ത് ഏതിലോ പോയി ഇടിക്കുന്ന പോലെ ശബ്ദം കേട്ടു, രക്തം. അപ്പം അയ്യോ, രക്തം വരുന്നല്ലോ. അപ്പം ഏതോ ജീവനോടുള്ള ഒരു മനുഷ്യനുള്ളതുകൊണ്ടല്ലേ ഈ രക്തം ഇങ്ങനെ ഓടുന്നത് പറഞ്ഞാൽ അവർ പിന്നെ അത് കലപ്പയൊക്കെ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് മണ്ണെല്ലാം മാറ്റി വെച്ചപ്പം ഒരു മനുഷ്യൻ അവിടെ കയറി കുത്തിയിരിക്കുക മെഡിറ്റേഷനിൽ, സമാധി സ്റ്റേറ്റിൽ. അപ്പം ഇത് എല്ലാ മണ്ണും മാറ്റിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പ്രജ്ഞ വന്നപ്പം തല പൊട്ടി, തലേന്ന് കൊടുകുടുകൂടാ രക്തം പോവുക. എന്നിട്ടും അദ്ദേഹം ഒന്നുമേ നടക്കാത്ത പോലെ എണിച്ചങ്ങ് പോയി. അപ്പോൾ ഇങ്ങനത്തെ യോഗികളൊക്കെ എന്തിനാ കുറേ കൂടെ കാലം നീട്ടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു 0.00% സഞ്ചിത കർമ്മ പോലും ബാക്കി വയ്ക്കരുത്. അങ്ങനെയാണ് അവർ ആയുസ്സിനെ നീട്ടിച്ച് ഉള്ള കർമാക്കളെല്ലാം കളഞ്ഞിട്ടായിരിക്കും അവർ മുക്തി നേടുന്നത്. മുക്തി അവർക്ക് മുക്തി കിട്ടുന്നത്, നേടാനല്ല, മുക്തി കിട്ടും അവർക്ക്. അതേപോലെ ഞാൻ വേറൊരു സ്ഥലത്തും പഠിച്ചിട്ടുണ്ട്. ആ ബുക്കിൻ്റെ റിവ്യൂ കൂടെ ഞാൻ ചെയ്യും അടുത്ത കാലത്ത്. എനിക്ക് തോന്നുന്നു ഈ കരൂർ തമിഴ്നാട്ടിൽ കരൂർ സൈഡ് ബ്രഹ്മേന്ദ്ര സ്വാമികൾ എന്നാണ് തോന്നുന്നത്, എനിക്കത്ര പേരിപ്പം ഓർമ്മയില്ല. അദ്ദേഹം ഇങ്ങനെ ഈ സമാധിയിലേ നടക്കും, ഇങ്ങനെ സ്ഥലമായിട്ട് പോകും. അപ്പം ഇടുപ്പിൽ കെട്ടിയിരിക്കുന്ന തുണി വീണാൽ പോലും അറിയത്തില്ല. അദ്ദേഹം ആ മഹാൻ എന്നും ദേഹത്ത് തുണിയില്ലാതാണ് നടക്കുന്നത്. അപ്പം ആളുകൾക്കെല്ലാം ഇത് കാണുമ്പോൾ ദേഷ്യം. തുണിയില്ലാതെ ഇരിക്കണമെങ്കിൽ കാട്ടിൽ പോയിരി, ഒരു മൂലയിൽ പോയിരി. ഈ സിറ്റിക്കകത്തും നഗരത്തിനകത്തും ഇങ്ങനെ തുണിയില്ലാതെ നടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരാൾ ഒരു ദിവസം അയാളുടെ കയ്യിനെ ഒന്ന് വെട്ടിക്കൊടുത്തു. കയ്യിനെ ഇവിടെ തോളിൻ്റെ അവിടുത്തെ വെട്ടിക്കൊടുത്തു. കൈ താഴെ വീണു, കുടുകുടാ രക്തം വരുന്നു. അപ്പോൾ ഇദ്ദേഹം നോക്കി, താഴെ കിടക്കുന്ന ആ കൈ എടുത്തു ഇങ്ങനെ വെച്ചു, ഒട്ടി. ഇങ്ങനെ വെച്ച ഉടനെ അത് ഒട്ടി, നേരെ നടക്കാൻ തുടങ്ങി, ഒന്നുമേ സംഭവിക്കാത്ത രീതിയിൽ. അപ്പം ഇതൊക്കെയാണ് ഈ മഹാന്കൾ എപ്പോഴും സമാധി സ്റ്റേറ്റിലിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പം ഈ സമാധി സ്റ്റേറ്റിൽ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആസ്ട്രൽ ബോഡിയെ 100% സ്ട്രോങ് ആയിട്ട് വെച്ചേക്കണം. അപ്പം നെഗറ്റീവ് കർമ്മ ആസ്ട്രൽ ബോഡിയിൽ നെഗറ്റീവ് കർമ്മ നമ്മൾ ചെയ്ത് കൂട്ടിയ നെഗറ്റീവ് കർമാക്കളിനാൽ വരുന്ന നെഗറ്റീവ് ഇഫക്റ്റ്, ആസ്ട്രൽ ബോഡിക്ക് കിട്ടുന്ന നെഗറ്റീവ് ഇഫക്റ്റിനെ കംപ്ലീറ്റായിട്ട് മാറ്റണം. അപ്പോഴേ അവർക്ക് ആർക്കുവേ സമാധി സ്റ്റേറ്റിൽ കുറേ നാൾ നിലച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേപോലെ ഇനിയൊരു കാര്യം, സിസ്റ്റംസ് ഓഫ് എനർജി ഹീലിംഗ്. അതായത് ഇപ്പം ഒരുപാട് ഹീലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇത്രയില്ല. ഇപ്പം മുക്കിന് മുക്ക് ഹീലിംഗ് തെറാപ്പി, ഹീലിംഗ് ചെയ്യുന്ന ക്ലിനിക്സുകളുണ്ട്. ആളുകൾ അക്യുപങ്ക്ചർ അത് ഇതെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെ ഒപ്പം ഞാൻ നിങ്ങളുടെ എനർജി ബോഡിയെ ക്ലെൻസ് ചെയ്ത് തരാം, ശുദ്ധപ്പെടുത്തി തരാം. അതാണ് ഹീലിംഗ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ, സെൽഫ് ഹീലിംഗ് നല്ലതാണ്, സെൽഫ് ലവ്, സെൽഫ് ഹീലിംഗ് ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇവിടെ സദ്ഗുരു പറയുന്നത് വേറൊരാൾ നമ്മളുടെ ദേഹത്തിൻ്റെ ആസ്ട്രൽ ബോഡിയെ ഹീൽ ചെയ്ത് തരുന്നു.
അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് സദ്ഗുരു പറയുന്നത്. അതായത് സദ്ഗുരു പറയുന്നത് വെച്ചാൽ സദ്ഗുരു അടിച്ചുറച്ച് പറയുന്നത് വേറെ ഒരാൾ എനിക്ക് സ്വയം ഞാൻ സെൽഫ് ഹീലിംഗ് ചെയ്തോളാം, പക്ഷേ വേറൊരാൾ എനിക്ക് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ചിലർക്കൊക്കെ ചില സിദ്ധികൾ കിട്ടും. അപ്പം ഈ സെൽഫ് മറ്റവർക്ക് ഹീല് ചെയ്യാനുള്ള ശക്തി കിട്ടും. അതുകൊണ്ടാണ് അവർ എനർജി ബോഡിയെ ലേശം തൊട്ട് അതിനെ ശരിയാക്കുന്നത്. പക്ഷേ സദ്ഗുരു എന്ത് പറയുന്നു വെച്ചാൽ വേറെ ഒരാൾ നമ്മളെ ഹീൽ ചെയ്യാൻ പോകരുത്. അത് നിരന്തരമായിട്ടുള്ള ഒരു സൊല്യൂഷനും അല്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ഒരാളിന് ആസ്മ, ഒരു ഹീലർത്ത് പോന്നു, എനിക്ക് ശ്വാസം വിടാൻ വയ്യ, എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ വയ്യ, എനിക്ക് മഴ പെയ്താൽ ഉടനെ ഇങ്ങനെ ശ്വാസം മുട്ടൽ വരുന്നു, എനിക്ക് ആസ്മയാണ് എന്നൊക്കെ പറയുന്നു. അപ്പം ഇവരും വിചാരിക്കുന്നു, ഹീലർ വിചാരിക്കുന്നു നമുക്കെന്നാൽ ഹീൽ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് ആസ്മയെ ഹീൽ ചെയ്ത് കൊടുത്തു എന്ന് വെച്ചോണം. ഈ ആസ്മയെ ഹീൽ ചെയ്യാൻ അവർക്ക് പറ്റി, ഹീലറിന് പറ്റി. പക്ഷേ ഈ ആസ്മ വരാനുള്ള കാരണം എന്തുവാന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. കഷ്ടപ്പെടുന്നവനും അറിഞ്ഞുകൂടാ, ഈ ഹീൽ ചെയ്യുന്നവർക്കും അറിഞ്ഞുകൂടാ. അപ്പം അതിൻ്റെ മൂലകാരണം എന്തുവാന്ന് അറിയാതെ വെറും ഈ വെളി കാണുന്ന മാനിഫെസ്റ്റേഷനെ, അതായത് ഈ ആസ്മ എന്നുള്ള അസുഖത്തിനെ മാത്രം വെച്ചുകൊണ്ട് അതിനെ മാറ്റിക്കൊടുത്താൽ ഈ അകത്തുള്ള മൂലകാരണം ഉണ്ടല്ലോ വേറൊരു രീതിയിൽ വെളി വരും. ഒരു വലിയ ആക്സിഡൻറ്റിൽ മരിക്കും, അല്ലെങ്കിൽ വേറൊരു മാരകരോഗമായിട്ട് വെളി വരും. അപ്പം ആരും ആരെയും ഹീൽ ചെയ്യരുത്, സ്വയം ഹീൽ ചെയ്യാം. പക്ഷേ വേറൊരാൾ, ഒരു മൂന്നാമത്തെ മനുഷ്യൻ വന്ന് നമുക്ക് ഹീൽ ചെയ്യാൻ പാടില്ല. ഹീൽ ചെയ്യുന്നവനും നല്ലതല്ല, ചെയ്യപ്പെടുന്നവനും നല്ലതല്ല എന്നാണ് സദ്ഗുരു പറയുന്നത്. അപ്പം അതായത് സദ്ഗുരു ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ധ്യാനലിംഗം ചെയ്യുമ്പോൾ, ധ്യാനലിംഗം ഞാൻ പറഞ്ഞിട്ടില്ലേ, ധ്യാനലിംഗം ചെയ്യുമ്പം അതിനകത്ത് 7 ഇങ്ങനെ വരയായിട്ട് കാണും, 7 സെഗ്മെൻറ്റ്സ്. ഈ 7 സെഗ്മെൻറ്റ്സും നമ്മളുടെ 7 ചക്രാസിനെ കുറിക്കുന്നതാണ്. അപ്പം ഈ ഓരോ ലെയറിൽ, ഓരോ ലെവലിലും ഈ ധ്യാനലിംഗത്തിനെ കോൺസെക്രേറ്റ് ചെയ്യുമ്പം, അതായത് അതിനെ മാക്സിമം എനർജി കൊടുക്കുമ്പം സദ്ഗുരുവിൻ്റെ എനർജി മൊത്തം അങ്ങ് പോകും. അപ്പം അദ്ദേഹത്തിന് പല രീതിയിലാണ് അത് വെളിച്ചപ്പാടെന്ന് പറയുന്ന മാതിരി അതിനെ വെളിയിൽ വരുന്നത്. അതായത് ചിലപ്പം ദേഹം മുഴുക്ക കട്ടിയായിട്ട് വരും. കട്ടിയെന്ന് വെച്ചാൽ ഉരുണ്ട് അസുഖങ്ങളും പോലെ. അതൊരു 10 ദിവസം കാണും, പിന്നെ അത് തന്നെ പോകും. പിന്നെ വേറൊരു അസുഖമായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം ഈ ഫിസിക്കൽ ബോഡിയിൽ എന്താ അതിൻ്റെ നെഗറ്റീവ് കർമ്മയുടെ ഇഫക്റ്റ് എന്തുവാ എന്നറിയാൻ വേണ്ടി മെഡിക്കൽ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലത്തൊക്കെ പോയി നോക്കി. അദ്ദേഹം പോകുമ്പോൾ എല്ലാവരും തല തൊട്ട് കാല് വരെ എല്ലാ ടെസ്റ്റും ചെയ്തു. ECG എടുത്തു, EEG എടുത്തു, എല്ലാം എടുത്തേച്ച് ഡോക്ടേഴ്സ് കൊടുത്ത റിപ്പോർട്ട് എന്തുവാണോ, നിങ്ങൾ എത്രയോ വർഷത്തിന് മുമ്പേ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡി എപ്പോഴോ മരിച്ചു എന്ന് ഡോക്ടേഴ്സ് പറയുന്നു. പക്ഷേ സദ്ഗുരു അത് പറയുന്നില്ല. സദ്ഗുരുവിനറിയാം ഞാൻ ഇനി എത്ര വർഷം ജീവിക്കാൻ പോകുന്നു, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സദ്ഗുരുവിന് നല്ലപോലെ അറിയാം. അതുമാത്രമല്ല, ഈ ധ്യാനലിംഗം ചെയ്യുമ്പം ഈ സദ്ഗുരുവിൻ്റെ എനർജി മൊത്തം ഉപയോഗിച്ചാണ് ധ്യാനലിംഗത്തിനെ ചെയ്ത് തീർത്തത്. അങ്ങനെ ഉള്ളപ്പം സദ്ഗുരു പറഞ്ഞിട്ടുണ്ട്, ഈ ഈശ യോഗ സെൻറ്ററിൽ ചില വലിയ മുതിർന്ന യോഗികളുണ്ട്. അവരുടെ എനർജി ബോഡിയുടെ കൂടെ സദ്ഗുരുവിൻ്റെ എനർജി ബോഡിയെ ചേർക്കും. അങ്ങനെ ചേർത്താൽ മാത്രമേ സദ്ഗുരുവിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ധ്യാനലിംഗം എന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മമേ ധ്യാനലിംഗം ചെയ്യാനായിട്ട് നോക്കി പറ്റിയില്ല, സദ്ഗുരുവിൻ്റെ ഗുരു ചെയ്യാൻ നോക്കി പറ്റിയില്ല. അപ്പോൾ ഈ ജന്മം എന്തായിരുന്നാലും ധ്യാനലിംഗത്തിനെ ഞാൻ പ്രതിഷ്ഠ ചെയ്തേ പറ്റൂ
എന്ന് വിചാരിച്ചാണ് ആ കാര്യത്തിൽ മുഴുവനെ ഇറങ്ങിത്തിരിച്ച്. അതുകൊണ്ട് അദ്ദേഹത്തിന് എനർജി ഒരുപാട് വേസ്റ്റായി എന്ന് ഞാൻ പറയത്തില്ല, എനർജി ഒരുപാട് ചിലവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചിലവ് ചെയ്യേണ്ടി വന്നപ്പം അദ്ദേഹത്തിന് പല അസുഖങ്ങൾ വരുന്നു. അങ്ങനെയാണ് ഒരു ഡോക്ടേഴ്സ് എല്ലാവരും ഒരു ഡോക്ടറല്ല, എല്ലാ ഡോക്ടേഴ്സും കണ്ടിട്ട് റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങളെപ്പോഴോ മരിച്ചു എന്നാണ് അവരുടെ നിഗമനം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനർജി ഹീലിങ്ങും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. രണ്ടാമത് ഇതിൽ 2 സാധന പറയുന്നു. അത് രണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഒരു സാധനം എന്നെ അറിയാണ്ട്, അത് സാധന എന്ന് അറിയാൻ വയ്യാതെ തന്നെ ഞാൻ ചെയ്യും. അതെന്തുവെന്ന് വെച്ചാൽ പകൽ പോരാ അത്രയ്ക്ക് ജോലി ചെയ്യുക. അതായത് ഡോണ്ട് വേസ്റ്റ് എനി ടൈം. ഒരു സെക്കൻഡ് പോലും ചുമ്മാതിരിക്കാൻ പാടില്ല. അതായത് സൈലൻസിൽ പോയി ചുമ്മാതിരിക്കുന്നത് വേറെ, അത് ഒരു സാധനയാണ്. പൊതുവേ നമ്മൾ ഇങ്ങനെ ചോമ്പേരിയായിട്ട് അലസതയോടുകൂടി ചുമ്മാതെ കുത്തിയിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അപ്പം നമ്മൾ പകൽ പോരാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ജോലി ചെയ്ത് കിടക്കുമ്പം ഒരു സെക്കൻഡ്, അതായത് തലേണെ തൊടുന്നതിന് മുമ്പേ നമുക്ക് ഉറക്കം വരണം. അത്രയ്ക്ക് നമ്മൾ ഫിസിക്കൽ വർക്ക് ചെയ്യണം, മെൻ്റൽ വർക്ക് ചെയ്യണം, ബിസി ആയിട്ടിരിക്കണം പകലിൽ. അങ്ങനത്തെ ഉറക്കമാണ്. അങ്ങനെ ഒരു ഉറക്കം ഉറങ്ങുമ്പം നമ്മൾ ഒരുപാട് കർമ്മ അതിനകത്തൂടെ അങ്ങ് പോകും എന്നാണ് പറയുന്നത്. ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് എനിക്കതാണ് സംഭവിച്ചിരിക്കുന്നത്. ചിലരൊക്കെ എന്നെ ഫോണിൽ വിളിച്ച് വഴക്ക് പറയും. നിനക്കെന്താ ഇങ്ങോട്ടൊന്ന് വിളിക്കരുതോ, അത്രയ്ക്ക് വലിയ ബിസിയായോ? ഞാൻ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുമ്പം പോലും എൻ്റെ ആൾക്കാരൊക്കെ, എൻ്റെ ബന്ധുക്കളൊക്കെ വിളിച്ച് വഴക്ക് പറയും. സ്നേഹത്തോടു കൂടിയാണ് വഴക്ക് പറയുന്നത്. എന്താ നീയായിട്ട് ഞങ്ങളെ വിളിക്കത്തില്ലയോ, അത്രയ്ക്കെന്തോ ബിസി, ഒരു 5 നിമിഷം ഫോൺ ചെയ്താലെന്താ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്കത് അതുപോലും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. മനഃപൂർവ്വം ഒരുത്തരെയും വിളിക്കരുതെന്ന് ഉള്ള കൊണ്ടല്ല. പക്ഷേ അത് മനസ്സിലാകുന്നില്ല. ശരി, ഞാനങ്ങ് വിട്ടു, തള്ളിക്കളയും. പക്ഷേ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് അത്ര ജോലിയെടുക്കും. സ്കൂളിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, സദാസർവകാലവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉറക്കം വന്നാൽ പോയി തലയണയിൽ തൊടണ്ട അതിനിടയ്ക്ക് ഞാനങ്ങ് ഉറങ്ങും. എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ചെയ്യണമെന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ചിലതൊക്കെ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പകുതി ചെയ്യും, പകുതി കിടന്നുകൊണ്ട് കൂടെ സാധന ചെയ്യാം. കിടന്നുകൊണ്ട് സാധന ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഞാനങ്ങ് ഉറങ്ങിപ്പോവും. സാധന കംപ്ലീറ്റേ ചെയ്യത്തില്ല. അപ്പം ഇപ്പം അത് വായിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. സാരമില്ല, ഇത്രയും ബിസി ആയിട്ടിരുന്നാലും നല്ലതിന് തന്നെ. അപ്പോൾ എൻ്റെ കർമ്മ ഒരുപാട് കുറയുന്നുണ്ട് എന്നൊരു സമാധാനം. ഇനിയൊരു കാര്യം സദ്ഗുരു പറയുന്നത്, നമ്മൾ കിടക്കാൻ പോകുമ്പം കിടന്നിട്ട് ബെഡിൽ കയറി ഇരിക്കുക, ഇരുന്ന് കണ്ണടച്ചിട്ട് ഞാൻ നമ്മളുടെ മനസ്സിലുള്ള അറ്റാച്ച്മെൻറ്റ് ഓരോന്നായിട്ടും വിടുക. അത് മക്കളാകാം, പേരക്കുട്ടികളാകാം, ജോലിയാകാം, ശമ്പളമാകാം, ഏത് വേണമെങ്കിലും ആകാം. നമ്മൾ ഏതിൻ്റെ പുറത്ത് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് വെച്ചിരിക്കുന്നോ അതെല്ലാത്തിനെയും മാറ്റി ഇടുക. പിന്നെ നമ്മൾ വിചാരിക്കുക, ഇനി ഒരു 2 നിമിഷത്തിൽ ഞാൻ മരിക്കാൻ പോവാം. അപ്പം എനിക്ക് യാതൊരു ദുഃഖത്തിനെയും തരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ അത് വളരെ സുഖകരമായിട്ടുള്ള ഉറക്കമായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നാളെ തൊട്ട് അതും ചെയ്യാം. പക്ഷേ പ്രോബ്ലം എന്തുവാന്ന് വെച്ചാൽ അത് പകുതി അറ്റാച്ച്മെൻ്റ് എല്ലാം പകുതി വിടുമ്പോഴത്തേക്ക് ഇവിടെ ഉറക്കമായിരിക്കും. എനിവേ അതും നല്ലതാണ്. അപ്പം ഈ 2 സാധനയും ചെയ്യണം. അപ്പം ഞാൻ ഇനി 2 നിമിഷത്തിനകം മരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കിടന്നാൽ
അടുത്ത ദിവസം നമ്മൾ എണ്ണിക്കുമ്പം ഓരോ ദിവസവും നമുക്ക് മറുപിറവിയാണ്. അപ്പം അത്രയും കർമാക്കൾ നമ്മൾ അലിച്ച് തീരുന്നു, കരച്ച് തീരുന്നു എന്നുള്ളതാണ് സദ്ഗുരുവിൻ്റെ വ്യാഖ്യാനം. ഓക്കെ, അപ്പം ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി നമ്മൾ അതിനേറ്റ പോലെ പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.